أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. അസ്മാഉൽ അഫ്ആൽ ഇസ്മു ഫീലുകൾ. ഇസ്മ ഫീലുകൾ അത് നായ്ക്കുറുക്കൻ എന്ന് പറഞ്ഞ പോലെ. അത് നായാണോ കുറുക്കനാണോ അല്ലേ? നായ്ക്കുറുക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറുനരി എന്ന് പറയണ പോലെ. പക്ഷെ അതൊന്നിപ്പെടും. ഒന്നിരിക്ക നായ്ക്കളിൽ പെടും, അല്ലെങ്കിൽ കുറുക്കനിൽ പെടും. കുറുനരി എന്ന് പറഞ്ഞാൽ അത് ഒന്നിരിക്ക കുറുക്കനിൽ പെടും, അല്ലെങ്കിൽ നരിയിൽ പെടും. അതേപോലെ ഇസ്മു ഫീലുകൾ, നമ്മളിപ്പോൾ കലിമത്തുകൾ 3 വിധം: ഇസ്മും ഫീലും ഹർഫും. അപ്പോൾ ഇസ്മു ഫീൽ ഏതിലാണ് പെടുക? ഇസ്മിലാണ് പെടുക. ഫീലിൻ്റെ അർത്ഥം ഉണ്ടാവും, പക്ഷെ ഇസ്മായിരിക്കും. ഫീലിൻ്റെ അർത്ഥം ഉണ്ടാവും, ഇസ്മ ആയിരിക്കും. അപ്പൊ ഈ ഇസ്മ ഫീലുകൾ അമല് ചെയ്യും. ചില ഇസ്മ ഫീലുകൾ റഫ് ചെയ്യും, ചിലത് നസ്ബും ചെയ്യും. നസ്ബ് ചെയ്യുന്നത് 6 എണ്ണമാണ്. ശ്രദ്ധിക്കണേ, നസ്ബ് ചെയ്യുന്നത് 6 എണ്ണമാണ്. റഫ് ചെയ്യുന്നത് 3 എണ്ണമാണ്. അപ്പോൾ 6ഉം 3ഉം 9 എണ്ണം. ഒന്നുകൂടി പറയാം. ഇവിടെ ഇസ്മു ഫീൽ എന്നാണ് നമ്മുടെ ഹെഡിങ്. അതിൽ ചിലത് റഫ് ചെയ്യും, ചിലത് നസ്ബും ചെയ്യും. ചിലത് എന്ത് ചെയ്യും? നസ്ബും ചെയ്യും. നസ്ബ് ചെയ്യുന്നത് 6 എണ്ണമാണ്. നസ്ബ് ചെയ്യുന്നത് 6 എണ്ണമാണ്. റഫ് ചെയ്യുന്നത് 3 എണ്ണമാണ്. ഉദാഹരണം പറയാം. 1 റുവൈദ. എന്താണ് റുവൈദ? അതിൻ്റെ അർത്ഥം സമയം കൊടുക്കൂ എന്നാണ്. വെയിറ്റ് ചെയ്യൂ എന്നർത്ഥം. സമയം കൊടുക്ക്. അവിടെ നോക്ക് നിങ്ങൾ. റുവൈദ മുഹമ്മദൻ ലി മുദ്ദത്തി ഷഹരിൻ. റുവൈദ, നീ താമസം കൊടുക്ക്, സമയം കൊടുക്ക്. മുഹമ്മദൻ, മുഹമ്മദിനിക്ക് സമയം കൊടുക്കൂ. ലി മുദ്ദത്തി ഷഹരിൻ, ഒരു മാസത്തെ കാലം, ഒരു മാസക്കാലം സമയം കൊടുക്കുക. അപ്പൊ അവിടെ മുഹമ്മദ് എന്ന ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. ആ നസ്ബ് ചെയ്ത ആമിലിന്റെ പേരെന്താണ്? റുവൈദ. ആ റുവൈദ എന്താണ്? ഇസ്മു ഫീലാണ്. ഒന്ന് റുവൈദ, മറ്റൊന്ന് ബൽഹ. അതിൻ്റെ അർത്ഥം ഉത്തുറുക്ക് എന്നാണ്. നീ ഉപേക്ഷിക്കുന്നതാണ്. ബൽഹ എന്നുള്ളതിൻ്റെ അർത്ഥം ഉത്തുറുക്ക്, നീ ഉപേക്ഷിക്കുക. ഇവിടെ നോക്ക് നിങ്ങൾ. ബൽഹൽ ജിദാല, തർക്കം ഉപേക്ഷിക്കൂ. നീ തർക്കം ഉപേക്ഷിക്കൂ. അൽ ജിദാല എന്ന ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. ഏതായി നസ്ബ് ചെയ്തത്? ബൽഹ എന്ന ഇസ്മു ഫീലാണ്. അപ്പോൾ ഇസ്മു ഫീൽ ജിദാല് എന്നുള്ള ഇസ്മിനിക്ക് നസ്ബ് ചെയ്തു. വദൂനക, എടുക്കൂ എന്നർത്ഥം. ദൂനക്ക വിമാന ഖുദ് എന്നർത്ഥം. ദൂനക്കൽ കിതാബ, കിതാബിനെ എടുക്ക് എന്നർത്ഥം. ദൂനക്കൽ കിതാബ, കിതാബിനെ എടുക്ക്. അപ്പോൾ അൽ കിതാബ എന്നുള്ള ഇസ്മിനിക്ക് ദൂനക്ക എന്ന ഇസ്മു ഫീല് നസ്ബ് ചെയ്തു. ഇല്ലല്ല,
ഇവിടെ ദൂനക്ക എന്നുള്ളത് ഒരു ഇസ്മ ഫീലാണ്. ദൂനക്ക, ദൂനാണ് ഒഴികെന്ന് അർത്ഥമുണ്ട്, കൂടാതെ എന്നുള്ള അർത്ഥം ഒക്കെ ഉണ്ട്. അത് അത് ദൂനയും കായും കൂടിയിട്ടാണ്. ഇത് ദൂനക്കാന്ന് ഒന്നാണ്, ഒറ്റപ്പദം. ഒറ്റപ്പദം ദൂനക്ക. ഹുദ് എടുക്കൂ, ഹുദ് എടുക്ക്, പിടിക്ക്. യെസ്, അതിന്റെ മീനിങ് അംർ ഫീലാണ്. റുവൈദ എന്ന് പറഞ്ഞാൽ അംർ അല്ലല്ല, അടുത്തതില് എന്താണ് അല്ലല്ല, താഴത്തുണ്ട്. അതും അതിന്റെ അർത്ഥം അതെന്നാണ്. ഇനിയിപ്പോ ഈ പറഞ്ഞ 6 അർത്ഥം അംറിന്റെ അർത്ഥം വരും. പക്ഷെ താഴത്തുള്ള 3 ഉണ്ടല്ലോ, റഫ് ചെയ്യുന്ന 3, ആ റഫ് ചെയ്യുന്നതിന്റെ 3 അർത്ഥം മാലിന്റെ അർത്ഥം വരിക. അപ്പൊ നമുക്ക് ഇസ്മു ഫീൽ മൊത്തത്തിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം റഫ് ചെയ്യുന്നതാണ്, എല്ലാം അംറിന്റെ അർത്ഥത്തിനാന്ന് പറയാൻ കഴിയില്ല. അല്ലല്ല അല്ല, റുവൈദക്ക് ഈ ഒരു അർത്ഥമേ ഉള്ളൂ. ഇത് മാലി ഉണ്ടാവില്ല, മുലാരി ഉണ്ടാവില്ല, മറ്റ് ലമ്മും പ്രവേശിക്കൂല, ഒന്നും പ്രവേശിക്കും. ഇത് ഇസ്മാണ്. ഇപ്പൊ നമ്മള് സെയ്ദ് എന്ന് പറഞ്ഞ ഒരു വസ്തു ഇല്ല, സെയ്ദിന് മാലി ഉണ്ടാവും, മുലാരി ഉണ്ടാവും, അംർ ഉണ്ടാവും, ഒന്നുമില്ലല്ലോ. അതേപോലെ തന്നെ ഇത് റുവൈദ. അതെ, ഫീലിന്റെ അർത്ഥത്തിനുള്ള ഇസ്മ. അതേതാ സമാന്? സമയം. ഏത് സമാന? അല്ലല്ലോ, എങ്ങനെ സമർത്ഥമാനാണ്? അമ്രാണ്, പക്ഷെ സമാൻ ഉണ്ടായില്ലേ? അല്ല, അമ്രിന് നമുക്ക് സമാനം ഉണ്ടാക്കാം. അതായത് ഭാവിയിൽ ഒരു കാര്യം ചെയ്യുന്നുള്ള അർത്ഥത്തിന്റെ സമാനാണത്. അതെ അതെ, ഫീലിന്റെ അർത്ഥത്തിനുള്ള ഇസ്മ, അതിന്റെ പ്രത്യേകത. ഉപേക്ഷിക്ക് അല്ലല്ല, ഉത്തുറുക്ക് അമ്ര ഫീലാണ്, ബൽഹ അമ്ര ഫീൽ അല്ല. ബൽഹന്റെ മീനിങ് ഒരു അമ്ര ഫീലിന്റെ മീനിങ് ആണ്. ആ, അത് ബൽഹന്റെ ഇല്ല, മറ്റേ ഉണ്ടാവില്ല, മാലി ഉണ്ടാവില്ല, മുതാരി ഉണ്ടാവില്ല, നെഹി ഉണ്ടാവില്ല. അപ്പൊ ഉപേക്ഷിക്കരുത് ലാ ബൽഹ എന്ന് പറയില്ല, അത് നെഹിന്റെ ഇതുണ്ടാവില്ല. ഇത് ഇസ്മാണ്, മബിനിയുമാണ്, ഒറ്റ ഫോം. അതുകൊണ്ടാണ് ഇത് പഠിക്കണം, ഈ ഒരൊറ്റ ഫോം. ഈ പറയപ്പെട്ട 6 ഇസ്മ ഫീലുകൾ ഇസ്മിനിക്ക് നെസ്ബ് ചെയ്യും. അതായത് മഫ്ഊൽ എന്നുള്ള നിലക്കാ ചെയ്യുന്നത്. എടുക്ക്, കിതാബിനെ എടുക്ക്, തർക്കത്തിനെ ഉപേക്ഷിക്ക്, മുഹമ്മദിന് സമയം കൊടുക്ക്. കണ്ടോ, അതൊക്കെ ഒരു മഫ്ഊലിന്റെ അർത്ഥത്തിനാണ്. അലൈക്ക, അലൈക്ക എന്നുള്ളതും അതിനർത്ഥം ഇൽസം, നീ നിർബന്ധമാക്കുന്ന അർത്ഥം. വഹ്തമ്മ ബിഹി, നീ പ്രാധാന്യം കൊടുക്ക്. അലൈക്ക നഫ്സക്ക, നിന്റെ കാര്യം നീ നിർബന്ധമാക്ക്. ആ, സാഫിയത്തിലോ കുത്തുബിയത്ത് കഴിഞ്ഞാ? ആ, അലൈക്ക ഇസ്മുഫീലായിട്ട് വരും. ആ, ചില സ്ഥലത്ത് യൽസമു അലൈക്ക, യൽസമു അലൈന എന്നൊക്കെ പറയും. അത് വേറെ. അവിടെ യൽസമു എന്ന് കളഞ്ഞിട്ടുണ്ടാവും, അലൈക്ക എന്നുള്ളത് അലൈന എന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല അല്ല, ഇതല്ല, ഇത് അലൈക്കാന്ന് മാത്രം. അത് നിർബന്ധമാണെന്ന് അർത്ഥം. യൽസമു അലൈക്കും കസ്റത്തു സ്വലാത്തി അല നബി എന്നർത്ഥം. അത് ഇതല്ല, അത് മറ്റേത്. അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. ബി സുന്നത്തി, എൻ്റെ സുന്നത്ത് കൊണ്ട് പിടിക്കൽ. സുന്നത്തി ഖുലഫായ റാഷിദീൻ അൽ മഹ്ദിയീൻ. ബോടാ അങ്ങനെ അലൈക്കും എന്നുള്ളത് ഇതിന് മുമ്പ് ഒരു ഫീല് കളയപ്പെടും. ഇത് അലൈക്ക എന്നുള്ളത് മാത്രം.
ദൂനക്കും എന്നൊന്നും ആവൂല, അലൈക്കും എന്നും ആവൂല. നഹബു അലൈക നഫ്സക. അടുത്ത നോക്ക് ഹയ്യഹൽ, ഹയ്യഹല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ, കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാൻ വിളിക്കാം. അപ്പോൾ നോക്ക് ഹയ്യഹല ബിമാന ഈത്തി, കൊണ്ടുവരൂ, വരൂ എന്നർത്ഥം. ഹയ്യഹലൽ മസ്ജിദ, പള്ളിയിലേക്ക് വരൂ. ഹയ്യ അത് ഇതിന്റെ ഒരു ചുരുക്കമായിട്ടാണ് ഹയ്യ, ഹയ്യഹൽ എന്നുള്ളത്. അത് ഹയ്യ അലസ്വല എന്നാണ്, അത് ഹയ്യ അലസ്വല എന്നാണ്. ഇത് ഹയ്യഹല എന്നുള്ളത് മാത്രം. അത് ഇതിന്റെ ഒരു ചുരുക്കമായിട്ടാണ് വരിക കേട്ടോ. വരൂ, വരൂ എന്നുള്ള അർത്ഥം തന്നെയാണ്, ഈത്തി എന്നുള്ള അർത്ഥം തന്നെയാണ്. ഹയ്യഹല എന്ന് പറഞ്ഞാൽ ഹയ്യന്റെ, ഈ ഹയ്യഹലന്റെ ചുരുക്കാണ് ഹയ്യ എന്നുള്ളത്. ഹയ്യഹലൽ മസ്ജിദ, പള്ളിയിൽ വരൂ. വഹാ, അതിന്റെ അർത്ഥം ഹുദ്, പിടിക്ക്, എടുക്ക്. ഹാ കിതാബ്, നിന്റെ കിതാബിനെ പിടിക്ക്. ഹാ അപ്പൊ ഇവിടെ റുവൈദ, ബൽഹ, ദൂനക, അലൈക, ഹയ്യഹല, ഹാ. അപ്പൊ നോക്കി, ഇനി വായിക്കാം. വമിൻഹ, നൂറ്, വരൂ, വരൂ, പള്ളിയിൽ വരൂ, നീ വരൂ. പിന്നെ വമിൻഹ, 100 ആമിലുകളിൽപ്പെട്ടതാണ് കലിമാത്തുൻ, ചില പദങ്ങൾ. തുസമ്മ, ആ പദങ്ങൾക്ക് പേര് പറയപ്പെടും. അസ്മാ അൽ അഫ്ആൽ, ഇസ്മ ഫീലുകൾ എന്ന് പേര് പറയും. ഇസ്മ ഫീലുകൾ. ബഅദുഹ, ആ ഇസ്മ ഫീലുകളിൽ ചിലത് തർഫഉ, റഫ്ഉ ചെയ്യും. വബഅദുഹ തൻസിബു, ചിലത് നസ്ബും ചെയ്യും. അന്നാസിബത്തു മിൻഹ, ഇസ്മു ഫീലുകളിൽ നിന്ന് നസ്ബ് ചെയ്യുന്നവകൾ സിത്തത്തുൻ, 6 നസ്ബ് ചെയ്യുന്നത് 6. ഏതാണ്? ഒന്ന് റുവൈദ, റുവൈദ ബിമാന അംഹിൽ. കണ്ടോ, അംഹിൽ അംർ ഫീലാണ്, നീ സമയം കൊടുക്ക്. ഉദാഹരണം, റുവൈദ മുഹമ്മദൻ, മുഹമ്മദിനിക്ക് നീ സാവകാശം കൊടുക്ക്, സമയം കൊടുക്ക്. ലി മുദ്ദത്തി ഷഹരിൻ, ഒരു മാസ സമയം, ഒരു മാസക്കാലം സമയം കൊടുക്കും. പാവാണ്, ഒരു മാസം, ഒരാഴ്ച കൂടി നീട്ടിക്കൊടുക്കും. അത് തൈക്കീദിന് വേണ്ടിയിട്ടും അങ്ങനെ വരും. അത് ഒരേ അർത്ഥമാണല്ലോ. തൈക്കീദിന് വേണ്ടിയിട്ട് അങ്ങനെ വരും. തൈക്കീദ് 2 രൂപത്തിലുണ്ട്, ലഫ്ദിയായ തൈക്കീദ്, മഅനവിയായ തൈക്കീദ്. ലഫ്ദിയായ തൈക്കീദ് ആകുമ്പോഴാണ് ഒരേപോലെ പറയാം. ഇന്ന മഅൽ ഉസ്രി യുസ്ര, അവിടെ ഫ ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്ര. അത് ഒരേ രൂപത്തിൽ, അത് ലഫ്ദിയായ തൈക്കീദാണ്. എന്നാൽ ചിലപ്പോൾ മഅനവിയായ തൈക്കീദ് ഉണ്ടാവും. സംഗതി അതേ തന്നെയാണ്, പക്ഷെ അതേ ലഫ്ദ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് വേറെ ലഫ്ദായിരിക്കും. അപ്പോൾ അത് മഅനവിയായ തൈക്കീദാണ്, ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബൽഹ നോക്ക്, വിമാന ഉത്രുക്, അതിൻ്റെ അർത്ഥം ഉത്രുക്, നീ ഉപേക്ഷിക്കുന്ന. നെഹ്ബു ബൽഹൽ ജിദാല, തർക്കം നീ ഒഴിവാക്കുക. ദൂനക ബിമാന ഹുദ്, അവിടെ അർത്ഥം എടുക്കുന്ന, പിടിക്ക്, എടുക്ക്. ഹുദ് എന്ന് പറഞ്ഞാൽ എടുക്കൂ, പിടിക്കൂ, രണ്ടും പറയാട്ടോ. അസീസ്ക, നെഹ്ബു ദൂനക്കൽ കിതാബ, കിതാബിനെ എടുക്കൂ, കിതാബിനെ പിടി. വ അലൈക ബിമാന ഇൽസം, നീ നിർബന്ധമാക്ക്. വഹ്തമ്മ ബിഹി, നീ പ്രാധാന്യം കൊടുക്ക്. നെഹ്ബു അലൈക നഫ്സക, നിന്റെ ശരീരത്തിന് നീ നിർബന്ധമാക്കുക, നിന്റെ ശരീരത്തിന് നീ പ്രാധാന്യം കൊടുക്കുക. വഹയ്യഹല ബിമാന ഈതി, നീ വരൂ. നെഹ്ബു ഹയ്യഹലൽ മസ്ജിദ, പള്ളിയിൽ നീ വരൂ. വഹാ ബിമാന ഖുദ്, നെഹ്ബു ഹാ കിതാബക, നിന്റെ കിതാബിനെ നീ പിടിക്ക്, കിതാബിനെ നീ പിടി.
ക്ലിയർ അല്ലേ? പ്യാർന്ന് രണ്ടു അർത്ഥം വരും. പിടി എട് രണ്ടു അർത്ഥം. ദൂനക്കും അതർത്ഥം തന്നെ. എടുക്ക് എന്ന് പറഞ്ഞാലും പിടിക്ക് എന്ന് പറഞ്ഞാലും സംഗതി എടുക്ക് എന്ന് പറയുമ്പോൾ പിടി എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തിട്ട് പിടിക്കുക, എടുക്ക് എന്ന് പറയുമ്പോൾ മുമ്പുള്ള എടുക്കുക, രണ്ടും സംഗതി ഓൻ ചെയ്യുന്ന പണി ഒന്ന് തന്നെയാണ്. പക്ഷെ അത് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കണതല്ല, പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കണ പോലെ. ആ ഇത് ഇല്ല, ഇത് ഒരു ഭൗതികമായ ഒരു വസ്തു, ആശയല്ല, ഒരു വസ്തുവാണ്. ഇനി നോക്കണേ, റഫ് ചെയ്യുന്നത് മിൻഹ ഇസ്മു ഫീലുകളിൽ നിന്നും റഫ് ചെയ്യുന്നത് സലാസത്തുൻ മൂന്നെണ്ണാണ്. ഏതൊക്കെയാണത്? ഹൈഹാത്ത, ഷത്താന, സർആന. എളുപ്പമാണ്. ഹൈഹാത്ത, ഷത്താന, സർആന. എന്താ ഹൈഹാത്ത എന്ന് പറഞ്ഞ അർത്ഥം? ബിമാന ബഉദ, ദൂരത്തായി. ഇതർത്ഥം ഹൈഹാത്ത, ദൂരത്തായി. ഞാൻ ബൈത്ത് നോക്കിയതാ, ബൈത്ത് ഇന്നലെ വിട്ടുകണ ഞാനിതിൻ്റെ. അപ്പൊ ഹൈഹാത്ത ദവാമുൽ ബാത്തിൽ, കള്ളത്തരം പതിവാകൽ ദൂരത്തായി. കള്ളത്തരം പതിവാകൽ ദൂരത്തായി. കള്ളത്തരം പതിവാകുക എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് ദൂരത്താണ്. അപ്പോൾ കള്ളത്തരം നിലനിൽക്കൂല എന്നർത്ഥം. ഷത്താന, അതിൻ്റെ അർത്ഥവും ബൗദ, രണ്ടർത്ഥം കേട്ടോ അതിന്. ബൗദ ദൂരത്തായി, വഫ്തറക്ക വേർപെട്ടിരിക്കുന്നു, വേർപിരിഞ്ഞിരിക്കുന്നു, വേർപെട്ടിരിക്കുന്നു, വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒക്കെ അർത്ഥം. നെഹവു ഷത്താനൽ ഫീലു വൻ നംലു, ആനയും ഉറുമ്പും എന്താണ്? ദൂരത്താണ്. ദൂരത്തായി എന്നാണ് ആനയും ഉറുമ്പും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആനയും ഉറുമ്പും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അടുത്തത് സർആന, ഉണ്ടോ? അസ്റഅന അർത്ഥം ഉളരി, പെട്ടെന്ന് വന്നു. സർആന ഉസ്മാനു ഇലൽ ഇസ്ലാം, ഉസ്മാൻ ഇസ്ലാമിലേക്ക് വന്നു, പെട്ടെന്ന് വന്നു. ഉസ്മാൻ നബി അലി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ല, വ്യത്യാസമായി എന്നർത്ഥം. വ്യത്യാസപ്പെട്ടു എന്നുള്ള അതിൻ്റെ ഒരു മാലിയായ ഫീലിൻ്റെ അർത്ഥമാണ്. വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് തന്നെ. ആനയും ഉറുമ്പും തമ്മിലുള്ള ഒരു വ്യത്യാസപ്പെട്ടു എന്ന് പറയില്ലേ, അതന്നെ. ആനയും ഉറുമ്പും ഇതായിട്ടുണ്ട്, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവിടെ ഹൈഹാത്ത എന്നുള്ളിടത്താണ് തന്നെ ഹൈഹാത്ത ദവാമുൽ ബാത്തിൽ, ബാത്തിൽ പതിവാവൽ ദൂരത്തായിരിക്കുന്നു. ആനയും ഉറുമ്പും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു. അവിടെ സർആന എന്നാണ് ഉപയോഗിച്ചത്. ഈ മൂന്ന് അതെ അസ്റഅ എന്നർത്ഥം. അപ്പൊ ഇവകൾക്കൊക്കെ ഫായില വേണ്ടത്. ഹൈഹാത്ത എന്ന് പറഞ്ഞാലും ഷത്താന വഫ്തറക്ക എന്നൊക്കെ പറഞ്ഞാലും അതുപോലെ സർആന എന്നൊക്കെ പറഞ്ഞാലും ഫായില വേണ്ടത്. അതുകൊണ്ടാണ് റഫ് ചെയ്തത്. മറ്റോടത്ത് മഫൂല വേണ്ടത്. മറ്റൊരു ഫായിൽ ഉണ്ടല്ലോ, നീ ചെയ്യ് എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ, നീ പിടിക്കുക. അപ്പോൾ മഫൂലാണ് അവിടെ വേണ്ടത്. അപ്പോൾ ജസ്ബ് ചെയ്തു. പക്ഷെ എന്തു പറയില്ല, നമ്മൾ മഫൂല് ഫായിൽ എന്ന് പറയില്ല. കാരണം മഫൂലും ഫായിലും എന്തിൻ്റെ പ്രത്യേകതയാണ്? ഫീലിൻ്റെ പ്രത്യേകതയാണ്. ഇതിനെ ഇസ്മിനിക്ക് നസ്ബ് ചെയ്യുക,
ഇസ്മിനിക്ക് റഫ് ചെയ്യാനേ പറയുള്ളൂ. കാരണം ഇതെന്തല്ല, ഫീലല്ലല്ലോ. ഫീ ഫീലാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫായിലും മഫൂലൊക്കെ ഉണ്ടാവുക. നാലിസ്മുകൾ അല്ലേ, അത് പറഞ്ഞല്ലോ അല്ലേ. അസ്മാഉൽ അഫ്ആൽ നാസിബും റാഫിഉമാ, അറിയൂ അതിൽ നാസിബുകൾ ആറെണ്ണമാ. അസ്മാഉൽ അഫ്ആൽ നാസിബും റാഫിഉമാ, ഇസ്മു ഫീലുകൾ നസ്ബ് ചെയ്യുന്നതും റഫ് ചെയ്യുന്നതുമാണ്. അറിയൂ അതിൽ നാസിബുകൾ ആറെണ്ണമാ. എണ്ണാം റുവൈദ ബൽഹദൂനക മൂന്ന്, അലൈക ഹയ്യഹല വഹ അവതീർന്ന്. എണ്ണാം റുവൈദ ബൽഹദൂനക മൂന്ന്, അലൈക ഹയ്യഹല വഹ അവതീർന്ന്. റഫീഉകൾ പറഞ്ഞിടാം അവ മൂന്നാ, ഹൈഹാത്തയും ശത്താന പിൻസർആന. റഫീഉകൾ പറഞ്ഞിടാം അവ മൂന്നാ, ഹൈഹാത്തയും ശത്താന പിൻസർആന. എളുപ്പല്ലേ? റുവൈദ ബൽഹാ ദൂനക അലൈക ഹയ്യഹൽ ഹാ ഹൈആത ശത്താന വസറഅന. ബൈത്താകുമ്പോൾ ഒന്നുകൂടി എളുപ്പമാണ്. ഇനി അല്ലെങ്കിലും പഠിക്കാം. റുവൈദ ബൽഹാ ദൂനക അലൈക ഹയ്യഹല ഹാ ഹൈഹാത ശത്താന സറഅന. ക്ലിയർ അല്ലേ? പറയും. ഇനി നോക്കണേ, അടുത്തതും കൂടി പറയാം. നമ്മൾ പഠിച്ചതാണ് മറ്റേ നഹുൽ വാദി. ചെറുതല്ല, നല്ല ഡ്രൈവിംഗ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ രൂപത്തിൽ ആയിക്കോട്ടെ. ഇനി നമ്മൾ നാക്കിസായ ഫീലാണ്, നമ്മൾ നഹുൽ വാദിയിൽ പഠിച്ചതാണ്. അതിന്റെ ബൈത്തും ഞാൻ പാടിത്തരാം. അഫ്ആൽ നാക്കിസ എണ്ണിടാം 13, ഇസ്മിന് റഫ്ഉം നസ്ബ് ഖബറിൽ വന്ന്. അഫ്ആൽ നാക്കിസ എണ്ണിടാം 13, ഇസ്മിന് റഫ്ഉം നസ്ബ് ഖബറിൽ വന്ന്. കാന വസാറ അസ്ബഹ വളല്ല, അംസ വഅദ്ഹ ബാത പിൻ മാസാല. മബാരിഹ മാ ഫതിഅ മം ഫക്, മബാരിഹ മാ ഫതിഅ മം ഫക്ക, മാദാമ ലൈസ തസറുഫും കദാക. മാദാമ ലൈസ തസറുഫും കദാക, ഇതുണ്ടാവും. അഫ്ആൽ നാഖിസ എണ്ണിടാം 13, ഇസ്മിന് റഫ്ഉം നസ്ബ് ഖബറിൽ വന്ന്. കാന വസാറ അസ്ബഹ വളല്ല, അംസ വഅദ്ഹ ബാത പിൻ മാസാല. മബാരിഹ മാ ഫതിഅ മം ഫക്ക, മാദാമ ലൈസ തസറുഫും കദാക. ഓക്കെ അല്ലേ? ആ, നീ പറ. 7 അല്ല 9. ആ, സഹും
പേടിക്കുന്ന പേടിക്കുന്ന ഹദറ, അത് ഹദാരി എന്നല്ലേ? ഹദാറുന്ന അത് ചിലതിൽ വ്യത്യാസം വരും. ഇത് ഇപ്പോൾ നമ്മുടെ ജെറ് ചെയ്യുന്ന ആമിലുകൾ 19 നമ്മൾ പറയണേ, ചിലർ 18 എന്ന് പറഞ്ഞവരുണ്ട്, 17 എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ അഭിപ്രായം 102 തന്നെ ആവുന്നില്ലേ? ഇതിൽ 100 എന്ന് പറയാണ്. അൽഫയിൽ 1000 ബൈത്തല്ലേ? 1000 ബൈത്തല്ലല്ലോ അൽഫയിൽ, 1004 ബൈത്ത്. ആ 100 ആമിൽ കൂടും. കറക്റ്റ് 100 അല്ല, നമ്മൾ ഒരു ഇതിനു വേണ്ടി പറയണതാണ് 100 എന്നുള്ളത്. നമ്മൾ എണ്ണുകയാണെങ്കിൽ 100 പരിമിതപ്പെടുത്തിയവരുണ്ട് കേട്ടോ. ഇതിന് കുറേ ഷറഹുകളും മറ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഈ കിതാബിനല്ല, ഈ നെഹ്വിൻ്റെ മേഖലയിലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷാഫി ഇമാമ്, ഹനഫി ഇമാമ്, മദ്ഹബിൻ്റെ ഇമാമുമാർ റളിയല്ലാഹു അൻഹും അവരെ പോലെ തന്നെ ഗ്രാമറിൻ്റെ വിഷയത്തിൽ മുജ്തഹിദുകളായ ആളുകളുണ്ട്. അവർ പ്രത്യേക ടീം തന്നെ ഉണ്ട്. ചില ആളുകൾക്ക് അടുക്കൽ ചിലത് ചെയ്യും, ചില ആളുകളുടെ അടുക്കൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഗ്രാമർ തലത്തിലുണ്ട്. അപ്പം അതനുസരിച്ച് വരും. പിന്നെ സ്വഹ് എന്നുള്ളത് മാത്രമല്ല, സ്വഹിൻ, മഹിൻ എന്നൊക്കെ പറയും, ബഹിൻ, ബഹിൻ അതൊക്കെ വരും. അങ്ങനെയൊക്കെ കുറേ ഇസ്മഫീലുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ സ്വഹ് എന്ന് പറഞ്ഞ സംഗതി എന്താ അറിയോ? അത് എന്ത് ചെയ്യണതല്ല, അതിന് ജസ്ബ് ചെയ്യണതല്ല. സ്വഹ് എന്ന് പറഞ്ഞാൽ നീ ഉണ്ടായിരിക്കുന്നതിൻ്റെ അർത്ഥം. അതിന് ശേഷം നെസ്ബൊന്നും ചെയ്യില്ല, നെസ്ബും ചെയ്യില്ല, റഫും ചെയ്യില്ല. മഹ്, നീ മതിയാക്ക്, അതൊക്കെ എന്ത് ചെയ്യില്ല, നീ പേടിക്ക്, നീ ജാഗ്രത കാണിക്കാൻ നെസ്ബ് ചെയ്യില്ല. അത് ഇസ്മുഫീലാണ്. നമ്മളിപ്പോൾ ഇസ്മുഫീൽ എല്ലാത്തിനെ കുറിച്ചും അല്ല പറയുന്നത്. സ്വഹ് എന്നുള്ളത് നെസ്ബ് ചെയ്യുന്നതായിട്ട് പറഞ്ഞോ റാഫിക? റാഫിക നെസ്ബ് ചെയ്യുന്ന ഇസ്മുഫീൽ പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇസ്മുഫീൽ ഇതല്ലാത്ത കുറേ ഉണ്ട്, ഇനി ഒരുപാട് ഇസ്മുഫീൽ ഉണ്ട്. ഇസ്മുഫീലിൽ നെസ്ബ് ചെയ്യുന്നത് യാർന്ന, റഫ് ചെയ്യുന്നത് 3 എന്നാണ്. ഇതല്ലാത്തത് എന്താവില്ല, ചെയ്യൂല എന്നാണ്. മറ്റേത് ഇസ്മുഫീൽ കുറേ അർത്ഥമുണ്ട്. ഫീലിൻ്റെ അർത്ഥത്തിനുള്ള ഇസ്മുകൾ ഒരുപാടുണ്ട്. ഫീൽ തന്നെ മാദിയുടെ അർത്ഥത്തിന് വരുന്ന മുലാരിയായ ഫീലുണ്ട്, മുലാരിയായ ഫീലിൻ്റെ അർത്ഥത്തിന് മാദിയായ ഫീലുണ്ട്. സാഹചര്യങ്ങളനുസരിച്ച് വ്യത്യാസം വരും. അത്താമ്രുല്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു എന്നാണ്, വരും എന്നതിൻ്റെ അർത്ഥം വേണ്ട. ശരി, അള്ളാഹിൻ്റെ കൽപ്പന, അള്ളാഹിൻ്റെ തീരുമാനം വരും എന്നാണ്. പക്ഷെ അവിടെ ഉപയോഗിച്ച പദം അത്താന്നാണ്. അതൊക്കെ സാഹചര്യത്തിൽ നിന്നും ഇതിനനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ, ഇവിടെ നാഖിസായ ഫീലുകൾ, റാഫിക പേടിച്ചോ? നമ്മൾ പഠിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ പെണ്ണുങ്ങൾ പഠിക്കുന്നുണ്ട്. ചിലപ്പോ പെണ്ണുങ്ങളല്ലേ, പെണ്ണുങ്ങൾ അടുത്തൊന്നുമില്ലല്ലോ. നിങ്ങളെന്തപ്പോ ഒരു 6 ഇസ്മുഫീൽ, ഞാനൊക്കെ 8, 9 ഇസ്മുഫീലൊക്കെ പഠിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ഒരു 6 ഇസ്മുഫീലുമ്പോ നിൽക്കുകയാണ് പറഞ്ഞ് ചിലപ്പോഴേ അത് നല്ലതാണ്. നല്ല മത്സരം ഉണ്ടാകണം, നല്ലതാണ്. നബിതങ്ങളും ആയിഷ ബീവിയും മത്സരം നടത്തിയിരുന്നല്ലോ അല്ലേ ബഷീർക്ക? ആയിഷ ബീവി തമ്മിൽ മത്സരം നടത്തി. ഒരിക്കൽ അപ്പോൾ ആദ്യത്തെ ഓട്ടത്തിൽ ആര് ജയിച്ചു? ഓട്ട മത്സരമാണ്. ആയിഷ ബീവിക്ക് കുറച്ച് തടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഓട്ടത്തിൽ ആയിഷ ബീവിനേക്കാളും മുമ്പ് ഓടിയിട്ട് ആരെത്തി? റസൂലുള്ള എത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രണ്ടാമത്തെ ഓട്ടത്തിൽ ആയിഷ ബീവി ഒന്ന് ജയിച്ചു. അപ്പോൾ റസൂലുള്ള ആയിഷ ബീവിയെ ജയിപ്പിച്ചു. റസൂലുള്ള തോറ്റു എന്ന് പറയണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ ജയിപ്പിച്ചു. ഞങ്ങൾക്ക് ഓടിയെത്താൻ കഴിയായിരുന്നു, ജയിപ്പിച്ചു. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞ് അത് അന്നത്തേന് പകരട്ടോ എന്ന്.
അത് ഒരു ആരോഗ്യകരമായ മത്സരങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ലതാണ്. അത് മറ്റേ ആ മോട്ടിവേഷനാണ് ആളുണ്ടല്ലോ, അതുപോലത്തെ മത്സരമാവരുത്. ഏഹ് അതെ. അടി കൂടിയപ്പോ പിന്നെ അയാളെ പഴയ പേരാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. അടി കൂടിയപ്പോഴേ ആര് ആണുങ്ങൾ തോറ്റു കൊടുക്കേ? അങ്ങനെ അല്ല, അത് തോൽപ്പിച്ചിട്ടും ആവാം. നമ്മളെ തോൽപ്പിച്ചിട്ടും ആവാ പറയാ. ഇവര് തോറ്റു തരില്ല, സ്ത്രീകൾ തോറ്റു തരില്ല. അതായത് സൈക്കോളജിയാണ്. നിങ്ങൾ വോട്ട് വരുന്നുണ്ടല്ലോ 9-ാം തീയതി, 9-ഉം 11-ഉം. ഇവരോട് ചോദിച്ചു നോക്കുകൊണ്ട് വോട്ടാർക്കാ ചെയ്തു വെച്ചാൽ വോട്ടാർക്കാ ചെയ്തു വെച്ചാൽ സ്ത്രീകൾ പറയും ഞാൻ ജയിച്ച ആൾക്കാർ ചെയ്തു പറയും. ഞാൻ എന്താ ഇന്ന ആൾക്ക് ഇത് പറയില്ല. അപ്പം അതാണ് അവരുടെ ഒരു പ്രത്യേകതയാണ് അത്. അള്ളാഹു നമ്മുടെയൊക്കെ ഭാര്യമാരെ സാലിഹ്യങ്ങളാക്കട്ടെ, നമ്മളെയും സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ അല്ലേ. സ്വർഗത്തില് ഈ ഭാര്യ തന്നെ വേണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടോ എന്ന് ചോദിച്ചില്ലേ പണ്ടൊരാള്. അപ്പൊ പറഞ്ഞ് ഇവിടെ തന്നെ ഇപ്പൊ നമ്മൾ ഇടങ്ങേറായിക്കാണ്, ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടും എന്ന് ഒരു രസകരമായ രൂപത്തിൽ പറഞ്ഞു എന്നാണ്. പക്ഷെ സ്വർഗത്തിലുള്ള പെണ്ണുങ്ങളെക്കാളും ഊർലീങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള സ്ത്രീകൾ നമ്മൾ ദുന്യാവിന്ന് പോകുന്ന സ്ത്രീകളാണെന്നാണ്. അപ്പൊ പെണ്ണുങ്ങളവിടെ ഹൂറികളാണ്, അത് അവരറിയുന്നില്ല. ഇവിടുത്തെ സാധാ പെണ്ണുങ്ങള് കഷ്ടപ്പെട്ട് ആരാധന ചെയ്ത് നല്ല നിലയ്ക്ക് ജീവിച്ച് സ്വർഗത്തിലെത്തുന്ന സ്ത്രീകളുണ്ടല്ലോ, അവിടുത്തെ ഹൂറികളെക്കാളും പവറാണ്. അപ്പൊ നമുക്കിപ്പോൾ നമ്മളെ പൂതിപ്പെടുത്തണമെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾ തന്നെ അവിടെയും കിട്ടും എന്ന് പറഞ്ഞാൽ ചെറിയ പൂതി ഉണ്ടാവില്ലോ. അതിന് പൂതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ക്ഷമിച്ചാലേ ഹദീസ് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യമാർ അത് സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അപ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലാണ്, അള്ളാഹു നമ്മൾക്ക് സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ എന്ന് വെക്കുക. സ്വർഗത്തിലാവുമ്പോൾ എനിക്ക് തോന്നൂല എനിക്ക് കിട്ടിയത് കുറഞ്ഞു പോയി, എനിക്ക് കിട്ടിയത് കുറഞ്ഞു പോയി എന്നുള്ള ചിന്ത വരുമ്പോഴല്ലേ നമുക്ക് എന്താണ് പരാതി ഉണ്ടാവുള്ളൂ. ഉയർന്ന ദർജയിലുള്ള ജന്നാത്തുൽ ഫിർദൗസിലുള്ള വലിയ വലിയ പ്രവാചകരും നബിമാരൊക്കെ ഉള്ള അവരും വലിയ ദർജയിലായിരിക്കും. അപ്പോൾ എനിക്ക് അത് കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് തോന്നൂല. നമുക്ക് കിട്ടുന്നത് കൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ പൊരുത്തായിരിക്കും. അപ്പം അത്തരത്തിൽ ഉള്ള സ്ത്രീകൾ, ഭർത്താക്കന്മാർ എന്താ പറയുക, സ്വർഗത്തിലില്ലാത്ത സ്ത്രീകൾക്ക് അതൊരു കുറവായിട്ട് അനുഭവപ്പെടാത്ത രൂപത്തിൽ സൗകര്യങ്ങൾ. അതല്ലേ സ്വർഗം. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് സ്വർഗം. അടുത്ത ഒരു അംശമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, ഒരംശം. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും ഒരു ഹൃദയവും അനുഭവിക്കാത്ത സുഖവും സൗകര്യങ്ങളുമാണ് സ്വർഗത്തിലുള്ളത്. അപ്പോൾ അതിനൊരു ഫോർ എക്സാമ്പിൾ പറഞ്ഞു. പൊതുവെ സ്ത്രീകളെക്കാളും വഴി പിഴച്ച് തെറ്റായ രൂപത്തിലേക്ക് പോവാൻ കൂടുതൽ സാധ്യതയുള്ളത് പുരുഷന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു സുഖമായിട്ട്
ഒരു എന്താ പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, സ്ത്രീകൾക്ക് ദുനിയാവിൽ വെച്ചിട്ടുള്ള ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആർത്തവം മറ്റു വിഷയങ്ങളൊന്നും സ്വർഗത്തിലുണ്ടാവില്ല. ക്ഷീണം ഉണ്ടാവില്ല, തളർച്ച ഉണ്ടാവില്ല. സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അതൊന്നും അവിടെ ചെന്നാൽ സ്വർഗത്തിൽ ചെന്നുണ്ടാവില്ല. പിന്നെ ഇവർ ഹൂറികളെക്കാളും അപ്പുറത്തുള്ള അതിനേക്കാളും ഉന്നതരായ ആളുകളായിട്ട് അവരെ മാറ്റപ്പെടുന്നു. ഇനി ഞാൻ വേറൊന്നും പറയട്ടെ നിങ്ങളോട്. മലക്കുകളിൽ സാധാരണ മലക്കുകളുണ്ട്, പ്രത്യേക ചുമതലയുള്ള മലക്കുകളുണ്ട്. മലക്കുകളെക്കാളും പവറുള്ള ആളുകളാണ് മനുഷ്യന്മാർ. അതുകൊണ്ടാണ് മലക്കുകളിലെ അമ്പിയാക്കളും മുർസലുകളും ഉണ്ട്, മലക്കുകളിലും ഉണ്ട് മുർസൽ. അവരെക്കാളും ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ മലക്കുകളെക്കാളും പവറുള്ള ആളുകളാണ് സാധാരണ മനുഷ്യന്മാർ. കാരണം മലക്കുകൾക്ക് എന്താണ് ഇതില്ല, വികാരപരമായിട്ടുള്ള കാര്യങ്ങളില്ല. മനുഷ്യന്മാർക്ക് വികാരമുണ്ട്, വിചാരമുണ്ട്. അപ്പോൾ വൈകാരികമായി പല ഭാഗങ്ങളിലേക്കും തെറ്റുകളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് വിചാരത്തിന് ചിന്തിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മലക്കുകളെക്കാളും പവർ വരുന്നു. ഇപ്പോൾ എവിടുന്നാണ് നമ്മൾ പോയത്? ആ സ്ത്രീകൾക്ക് ഇൻഷാ അല്ലാഹ് സ്ത്രീകൾ ഇപ്പൊ നമുക്ക് എപ്പോഴാണ് ഒരു കുറവ് തോന്നല്? എനിക്ക് കുറഞ്ഞു എന്നുള്ളത് അത് സ്വർഗത്തിലില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം വിചാരിക്കുന്ന സമയത്ത് നമുക്കത് നടപ്പിലാവുകയാണ്, സാധിക്കുകയാണ്. എല്ലാവർക്കും വിജയങ്ങൾ. എങ്ങനെ എല്ലാവരും പാടെ ജയിക്കുക? അത് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എല്ലാവരും പാടെ ജയിക്കണം. രണ്ട് മത്സരാർത്ഥികൾ രണ്ടാളും പാടെ ജയിക്കൽ ദുനിയാവും നമുക്ക് രൂപം കൊടുക്കാൻ കഴിയില്ലല്ലോ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുമ്പോൾ ഒന്നിരിക്കും ഇന്ത്യ ജയിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാൻ ജയിക്കും. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും ജയിക്കുകയാണ്. അത് വേറൊരു ലോകം, അത് ഭൂമിയിൽ തന്നെയാണെന്നും അഭിപ്രായമുണ്ട്, അതല്ല വേറൊരു സ്ഥലത്താണെന്നും അഭിപ്രായമുണ്ട്, വേറൊരു ഗ്രഹമാണ്. അതൊക്കെ ഒരു ലോകം. അപ്പോൾ അതൊക്കെ അങ്ങനെ അതൊക്കെ ഇപ്പം എങ്ങനെ നടക്കുക അല്ലേ? അതന്നെയാണ് പറഞ്ഞേ, അതിന്റെ മറുപടി തന്നെ പറഞ്ഞ്. വിശദമായ മറുപടിയൊക്കെ നമുക്ക് നോക്കിയിട്ട് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറവ് തോന്നൂല. അങ്ങനെയുണ്ട്. അത് അത് ആർക്കും ഉണ്ട്. അത് പുരുഷന്മാർക്ക് പരിചാരകരായിട്ട് വിൽദാൻ, അതിപ്പോ സ്ത്രീകളാവുമ്പോഴും അങ്ങനെ തന്നെ അവർക്കുണ്ട്. തുഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ ബി അഖ്വാബിൻ വ അബാരീഖ വ കഅ്സിൻ മിൻ മഈൻ. കോപ്പയും എന്താ പറയുക വലിയ പാത്രങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു നിലക്കുള്ള ഒരു എന്താണ് മാനസികമായ ഒരു രൂപമാണ് പറഞ്ഞത്. മനസ്സിൽ ഒരു തൃപ്തിയും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ അതിൽ കുറവായിട്ട് തോന്നൂല എന്ന്. അപ്പോൾ ഇവര് ഈ ഒരു ഭാഗത്തിന് എടുക്കുന്നതിന് നമുക്ക് ഒന്നുകൂടി നമുക്ക് എല്ലാവർക്കും പാടെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഒന്ന് അന്വേഷിച്ച് നോക്കാം, കണ്ടുപിടിച്ച് നോക്കാം അതിന് മറുപടി. നിങ്ങളും അന്വേഷിക്കാം, ഞാനും അന്വേഷിക്കാം. പുരുഷന്മാരെ ഈ രൂപത്തിൽ
സോഴ്സ് ഒരുപാടുണ്ടല്ലോ. ഉം. ഉം. അല്ല, അതൊക്കെ ചിലതൊക്കെ നമുക്ക് കിതാബുകളുടെ പിൻബലത്തോടു കൂടെ പറയാനും കഴിയും. ഉം. അപ്പൊ ഇവിടെ ഈ അർഷിന്റെ തണല്. ആ, 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 അതെ. ജെമിനിക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് പറയാൻ കഴിയുക. അപ്പോൾ നമ്മൾ ആ മേഖലയിൽ ഇതിന്റെ വിഷയങ്ങൾ ഫീഡ് ചെയ്യുന്ന രൂപത്തിൽ വരികയാണെങ്കിൽ അതിനും മറുപടി ഉണ്ടാവും. പക്ഷെ രണ്ടഭിപ്രായം പറയാം. ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയും. ഇപ്പൊ ഈ അർഷിന്റെ തണല് കിട്ടുന്ന സ്ഥലത്ത് പുരുഷൻ റജുലാനി തഹാബ ഫില്ല എന്ന് പറയണ്ടല്ലോ, രണ്ട് പുരുഷന്മാര്. അല്ലെങ്കിൽ ഒരു പുരുഷനെ എന്ത് ചെയ്തു, ഒരു പെണ്ണ് തെറ്റിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അവൻ അള്ളാഹുവിനെ പേടിച്ച് മാറി നിന്നു. അവന് അർഷിന്റെ തണലുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന പുരുഷന്മാർ അവർ അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുകയും അവൻ്റെ പൊരുത്തത്തിന് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അവിടെയൊക്കെ വിശദീകരിച്ച് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. അങ്ങനത്തെ സ്ത്രീകൾക്കും ആ ക്വാളിറ്റി ഉണ്ട്. ആ രൂപത്തിൽ അർശിൻ്റെ തണൽ കിട്ടും. പറഞ്ഞപ്പോൾ പുരുഷന്മാരെന്ന് പറഞ്ഞേ ഉള്ളൂ എന്ന് കാണാം. അപ്പം അതുപോലെ പള്ളിയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ കൂടുതലും സ്ത്രീകളാകും. പിന്നെ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ നരകത്തിൽ കൂടുതലുണ്ടാവില്ല. പിന്നെ ഇന്നത്തെ കാലത്തും നമ്മുടെ ഒരു റേഷ്യോ നോക്കുകയാണെങ്കിലും കൂടുതൽ സ്ത്രീകളല്ലേ. 1000 പുരുഷന്മാർക്ക് 1080 എത്രയോ സ്ത്രീകളുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ എന്താന്ന് വെച്ചാൽ അതൊക്കെ ഇവര് പിഴക്കാനുള്ള സാഹചര്യങ്ങളും തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും കൂടുതലാണ്. അവരെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളും വിഷയങ്ങളൊക്കെയാണത്. അപ്പോൾ സ്ത്രീകളുടെ അവരുടെ സുരക്ഷയെ പാലിച്ചുകൊണ്ട് ചില പ്രത്യേക നിയമങ്ങൾ നമ്മൾ സംവിധാനിക്കുമ്പോൾ അതനുസരിച്ച് അവരെന്ത് ചെയ്യണം, ജീവിക്കണം, തുടരണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവർ മുഖേന മറ്റ് പലരും നാശത്തിലേക്ക് പോകാൻ കാരണമാകും. അപ്പോൾ പിന്നെ കൂടുതലും ആ രൂപത്തിൽ ശിക്ഷ കിട്ടുന്ന വിഭാഗത്തിൽ അവർ പെടും എന്ന എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ പ്രസംഗങ്ങളിലും സംസാരങ്ങളിലൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ, ഇങ്ങനെ വിഭാഗീയമായ ഭാഗങ്ങൾ വരുമ്പോൾ അത് നമ്മൾ മാറ്റിയെത്തണം. പൊതുസമൂഹത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇത്തരം പരാമർശങ്ങൾ മാറ്റിവെക്കണം. ഈ വിഭാഗീയമായിട്ട് ചിന്ത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കുന്ന, ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ പ്രാധാന്യവും മറ്റു വിഷയങ്ങളും ബോധ്യപ്പെടുന്നത് മുസ്ലിമീങ്ങൾക്കായിരിക്കും. പിന്നെ എല്ലാം നമ്മൾ ഒരു മൈക്കിൽ പ്രസംഗിക്കുക, സംസാരിക്കുക, എല്ലാ വിഷയവും ഞാൻ പഠിച്ചതും ഞാൻ കണ്ടതും വലത്തുനിന്ന് എടുത്തോട്ട് വായിക്കുന്ന മുഴുവൻ വിഷയങ്ങളും ഞാൻ സംസാരിച്ചേ പറ്റൂ എന്ന ഒരു ബോധം, എന്ന ഒരു ചിന്ത ഒരു പ്രഭാഷകനും പാടില്ല. അല്ല 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 ഞാനത് ആ നിലക്ക് പറഞ്ഞല്ലത്. ഇന്നൊരു ഹദീസിൽ കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം, ഞാൻ അതിൻ്റെ സ്റ്റാറ്റസ് കണ്ടു വെച്ചിരുന്നത്, നബിതങ്ങളുടെ ഈ അന്നുള്ള അവസ്ഥ, നബിതങ്ങളുടെ കാലത്തുള്ള അവസ്ഥ എന്താണ് പറയുന്നത്? ഇന്ന് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അതുപോലെ പ്രഭാഷകർ കുറവാണ്, ചോദിക്കുന്ന ആളുകൾ കുറവാണ്,
കൊടുക്കുന്ന ആളുകൾ, അതായത് മറുപടി കൊടുക്കുന്ന അറിവുള്ള ആളുകൾ കൂടുതലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ അറിവ് പഠിക്കുന്നതിനേക്കാൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാണ് സ്ഥാനം എന്ന് നബി തങ്ങൾ പറയാം. ഇനി നബി തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്, സയഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരും, ഖലീലുൻ ഫുഖഹാഉഹു, അവിടെ എന്തായിരിക്കും, പണ്ഡിതന്മാർ വളരെ കുറവായിരിക്കും. പക്ഷേ കസീറുൻ ഖുതബാഉഹു, പ്രഭാഷകർ ധാരാളം ഉണ്ടാവും. ഖലീലുൻ മുഅ്തൂഹു, ഈ ചോദിച്ചതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ വളരെ കുറയും. ചോദ്യകർത്താക്കൾ കസീറുൻ സായിലുഹു, ചോദ്യകർത്താക്കൾ ഒരുപാടുണ്ടാവും. അൽ ഇൽമു ഫീ ഖൈറു മിനൽ അമൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇനി വരാനുള്ള സുഖം നേരത്തെ പറയണം, വരാനുള്ള സമയത്ത് നമ്മൾ അറിവ് പഠിക്കലാണ് എന്ത് ചെയ്യല്, ഏറ്റവും ഖൈറ്. അമല് ചെയ്ത് ഓരോ ഭാഗത്ത് കൂടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇൽമു പഠിക്കലാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതാണ് നമ്മൾ എന്ത് കിട്ടിയാലും സംസാരിക്കുക, അത് ചിലപ്പോൾ പ്രാമാണികമായിട്ട് സ്ഥിരപ്പെട്ട തന്നെ ആയിരിക്കും. പക്ഷെ അത് നമ്മളെ സംബോധന ചെയ്യുന്ന സംവാദം നടത്തുന്ന സ്ഥലത്ത് അത് പറയേണ്ടതാണോ, പറഞ്ഞ ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ആലോചിച്ചിട്ടേ പറയാവൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ആലോചന നടത്തണം. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ഹൂറികൾ എന്നുള്ളത് പറയുന്നിടത്ത് നമ്മൾ എന്ത് പറയേണ്ടി വരും, സ്വർഗത്തിൽ വളരെ എണ്ണമറ്റ അനുഗ്രഹങ്ങളുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്, ആഗ്രഹിക്കുന്നതൊക്കെ സ്വർഗത്തിലെത്തുന്ന ആളുകൾക്ക് നേടിയെടുക്കാനും ഉള്ള അവസരമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പൊതുവായ ഒരു സംസാരമായിട്ട് നമ്മൾ മാറും. എന്നാൽ പിന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കുള്ള മറുപടിയും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ രൂപത്തിൽ കണ്ടെത്തുകയും പഠിക്കുകയും വേണം. അത് വേറെ വിഷയം. ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയും വേണം, കണ്ടെത്തുകയും പറയുകയും വേണം. ഞാൻ നേരത്തെ ഒരു ഹദീസ് പറയാൻ വച്ചത് അതാ. ഒരാൾക്ക് ദേഷ്യം വന്നു, അമിതമായ ദേഷ്യം വന്നു. അയാൾക്ക് ആ ദേഷ്യം, ഇപ്പം ഞാൻ ദേഷ്യപ്പെടുകയാണ് ഒരാളോടെന്ന് വിചാരിക്കുക, എനിക്ക് ആ ദേഷ്യം നടപ്പിൽ വരുത്താൻ സാധിക്കും. അപ്പോൾ ആ സാധിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആ ദേഷ്യം അടക്കി വെച്ചാൽ, കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചു വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ എനിക്ക് ചോയ്സ് തരുന്ന ഹൂറിലിങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളതിന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം എന്ന ചോയ്സ് തരുന്ന ഒരു ഹദീസ് എന്ന് ഞാൻ വേറെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്താം. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഹൂറികളെ കിട്ടുക എന്നുള്ളതല്ല. ഒരു യഥാർത്ഥ വിശ്വാസിക്ക്, യഥാർത്ഥ മുസ്ലിമിന് ഹൂറികളെ കിട്ടുക അല്ലെങ്കിൽ സ്വർഗത്തിലെത്തുക എന്നുള്ളതല്ല. ചില സൂഫിയാക്കൾ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ, 2 റക്അത്ത് നിസ്കരിക്കാനും സ്വർഗവും എനിക്ക് ചോയ്സ് നൽകപ്പെട്ടാൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുക്കുക. 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പം ഇവിടെ ഈ ഹദീസിൽ, ഞാൻ ഈ പറഞ്ഞ ഹദീസിൽ ദേഷ്യം കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് സ്ഥാപിക്കാനാണ് ആ ഹദീസും അത് വിഷയവും പറഞ്ഞത്. ഇപ്പം പറഞ്ഞത്, ഇപ്പം ഹൂറിലിങ്ങളെ ഇഷ്ടമുള്ളതിന് തിരഞ്ഞെടുക്കാമെന്നുള്ളൊരു ചോയ്സ് തരും എന്ന് പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അത് പറഞ്ഞത് എന്താണ്, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ സ്വഭാവം നന്നാക്കി നമുക്ക് എന്തും ചെയ്യാൻ, നമ്മൾ ദേഷ്യപ്പെടുന്ന വ്യക്തിയോട് ആ ദേഷ്യം നടപ്പിൽ വരുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ ഇത് കൺട്രോൾ ചെയ്താൽ പിന്നെ ഇവന് എന്ത് ചെയ്യണം, വലിയ ഒരു പ്രതിഫലം കിട്ടും. അത്രയും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഇവൻ ചെയ്യുന്നത്. ഇതുപോലെ ഈ പുണ്യപ്രവൃത്തി നിങ്ങളെല്ലാവരും ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഇതൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം അതിൽ ഇവർ എടുക്കുന്ന ഭാഗം വേറൊന്നാണ്, മറ്റുള്ളവരെടുക്കുന്നത് വേറൊന്നാണ്. അതിന് ഞാൻ പറഞ്ഞത്, അതിന് മറുപടി നമ്മൾ പറയണം എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും ഇത്തരത്തിലുള്ള ഹദീസുകളെ കുറിച്ചൊക്കെ ഈ ഒരു തലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആലോചിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ?
എൻ്റെ മറുപടി ഞാൻ നാളെ ഒന്നുകൂടി വിശദമായിട്ട് പറയാം. ഈ നിങ്ങൾ ആ ഒരു ഓളത്തിൽ ഊറികളം ഒഴിവാക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾ ആരോപണം പറയുന്നത് എനിക്ക് ഊറികളൊന്നും വേണ്ടതെന്ന് ആരും പറയണ്ട. അത് പറയില്ല അല്ലേ റഷീദ് ഖാൻ? ആ അതെ, അതാണ് ഏറ്റവും മെയിൻ. അതാണ് ഏറ്റവും മെയിൻ. ഇവര് ഈ പരാമർശം നടത്തുന്നത് ജിഹാദുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? അതിനല്ലേ ഈ ജിഹാദാണ്. ജിഹാദ് എന്നുള്ള നിലക്കാണ് ഇവര് പറയുന്നത്. ആ ജിഹാദ് രൂപത്തിൽ ഇന്ന് ലോകത്ത് പ്രചാരത്തിലുള്ള ഈ ചാവേർ സ്ഫോടനം നടത്തുക, ഒരു കാരണമില്ലാതെ മറ്റുള്ളവരെ ആക്രമിക്കുക, അതുപോലെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇസ്ലാമിക രാജ്യം അല്ലാത്ത സ്ഥലത്ത് ഓരോ പുതിയ ഭീകരവാദപരമായ കാര്യങ്ങളും ആശയങ്ങളും നടത്തുക, ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്ന വിഷയമല്ല. ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. ജിഹാദുമായി ബന്ധപ്പെട്ടാണ് ഈ പരാമർശം നടത്തുന്ന ഏറ്റവും വലിയ ജിഹാദ്. നമ്മളൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണവർ ഏറ്റവും വലിയ ജിഹാദ്, അൽ ജിഹാദുൽ അക്ബർ എന്ന് നമ്മൾ പറയപ്പെടുന്നത് എന്താണ്? നമ്മുടെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ജിഹാദാണ്. സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. മറ്റേത് ജിഹാദുൻ അസ്ഗറാണ്, ചെറിയ ജിഹാദാണ്. അത് തന്നെ എന്തെല്ലാം നിബന്ധനകളുണ്ട് എന്നറിയാം. ആ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് അപ്പോൾ ഈ യാ ഷഹീദു അസ്സലാം എന്നൊക്കെ പറഞ്ഞ് ഈ എന്താ പറയാ ആ മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ മറ്റ് ആളുകളെയൊക്കെ ആക്രമിച്ചു, അല്ലെങ്കിൽ അവർ തിരിച്ചു കൊന്നു, അവരൊക്കെ ഷഹീദാണ് എന്നുള്ളത് ഇസ്ലാം പറയുന്ന ശുഹദായിൽ പെടുന്ന രൂപത്തിലുള്ള ആളുകളല്ല അവര്. അവര് ഉഹ്റവിയായ അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ, വെള്ളത്തിൽ വീണ് മരിച്ചു, തീപ്പെട്ട് മരിച്ചു, ആക്സിഡന്റ് ആയിട്ട് മരിച്ചു, ഇതൊക്കെ ആഖിറത്തിൽ ഒരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടും. പക്ഷെ ദുന്യാവിൽ അവരൊന്നും എന്തായിട്ട് പരിഗണിക്കൂല, ഷഹീദായിട്ട് പരിഗണിക്കൂല. ദുന്യാവിലും ആഖിറത്തിലും ഷഹീദായിട്ട് പരിഗണിക്കൂല. അവരെ കുളിപ്പിക്കണം, അവരെ കഫൻ ചെയ്യണം, അവരുടെ മേൽ നിസ്കരിക്കണം, മറവ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം സാധാ ഒരാൾ മരിച്ച പോലെ. ഇവർ യാ ഷഹീദു അസ്സലാം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് ജിഹാദുമായി ബന്ധപ്പെട്ടാണ് ഈ സംഗതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഈ ഇപ്പോൾ ഇസ്ലാമികമായ രൂപത്തിൽ ജീവിക്കുന്ന ഒരു സ്വന്തം ശരീരത്തോട് ഏറ്റവും വലിയ ജിഹാദ് നടത്തുകയും അത്യാവശ്യ ഘട്ടങ്ങളിൽ ചില രൂപത്തിൽ പ്രതിരോധം നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ സൗകര്യം കൊടുക്കുന്നല്ലേ വേണ്ടത്? അതിലാലോചിക്കണ്ടേ? മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന, പരലോകത്ത് വിശ്വസിക്കുന്ന, അള്ളാഹുൽ വിശ്വസിക്കുന്ന, മലക്കുകളിൽ വിശ്വസിക്കുന്ന, ഈമാൻ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന അത്തരം ആളുകൾക്ക് പരലോകത്ത് വലിയ അനുഗ്രഹം കിട്ടുന്നല്ലേ വേണ്ടേ? ആഗ്രഹിച്ചൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നല്ലേ വേണ്ടത്? അപ്പോൾ ആ ഒരു രൂപത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരുടെ ഈ പോക്കിനെ വ്യാഖ്യാനിക്കേണ്ടത്. അവർ തെളിവ് പിടിക്കുന്ന ഏരിയയെ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്ത് പോകണം. എന്തൊക്കെയാ പറഞ്ഞു അല്ലേ? ഇപ്പോൾ ആ ചോദ്യം അവിടെ ബാക്കിയാണ്. അത് നമുക്ക് ഇൻഷാല്ല അടുത്ത ദിവസം എന്ത് ചെയ്യാം, പറയാം. നിങ്ങളെ ഗ്രൂപ്പിലൊന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തി. ഞാൻ ചിലപ്പോൾ മറന്നു. ചിലതൊക്കെ നമുക്ക് ഓർത്തു വെക്കാൻ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ ഉപകരിക്കുമല്ലോ. ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ വായി. അസീസ്ക എവിടെ? അസീസ്ക ക്ലിയർ അല്ലേ? എന്തൊക്കെയാ പറഞ്ഞോ? ഓക്കെ അല്ലേ? ഫാറൂഖ് ചെറിയ ഡ്രൈവിങ്ങിലാണ്. ഓക്കെ അല്ലേ? അഫ്സലേ
ക്ലിയർ ആണല്ലോ അല്ലേ? അല്ല അഫ്ആലു നാഖിസത്തു ജസ്റ്റ് ഒന്ന് പറയാം, വിശദീകരണം നാളെ ആക്കാം. നാക്കിസായ ഫീലുകൾ പഠിച്ചതാണ്. സലാസത്ത അഷറ മിൻഹ അൽ അഫ്ആലു നാഖിസത്തു തർഫഉൽ ഇസ്മ, ഇസ്മിനിക്ക് റഫ് ചെയ്യും. തൻസിബുൽ ഖബറ, ഖബറിനിക്ക് നസ്ബ് ചെയ്യും. അത് 13 വഹിയ സലാസത്ത അഷറ ഫിഅലൻ ആണോ. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ നെക്കിറയായ ഒന്ന് ഇസ്മിനിക്ക് തമീസ് പ്രകാരം നസ്ബ് ചെയ്യുന്നുള്ളത്. അതാ സലാസത്ത അഷറ ഫിഅലൻ. ഫിഅലൻ നേരത്തെ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. കാന, സാറ, അസ്ബഹ, അംസ. കാന, സാറ, അസ്ബഹ, അംസ, അദ്ഹ, വല്ല, ബാത്ത, മാസാല, മാ ബരിഹ, മാ ഫത്തിഅ, മംഫക്ക, മാദാമ, ലൈസ. മാദാമ ലൈസ 13. 1 2 3 4 5 6 7 8 9 10 11 12 13. ഒറ്റ ഉദാഹരണം പറയാം. കാന, കാനന്റെ ഉദാഹരണം. കാന അഹ്മദു, അഹ്മദ് ആയിരിക്കുന്നു. മുജ്തഹിദൻ, കഠിനാധ്വാനം ചെയ്യുന്നവനായിരിക്കുന്നു. കഠിനാധ്വാനം ചെയ്യുന്നവനായിരിക്കുന്നു. അഹ്മദ് കഠിനാധ്വാനം ചെയ്യുന്നവൻ ആയിരിക്കുന്നു. ക്ലിയർ അല്ലേ? അഹമ്മദ് എന്നുള്ള ഇസ്മിനിക്ക് റഫ് ചെയ്തു, മുജ്തഹിദ് എന്നുള്ള ഖബറിനിക്ക് നസ്ബ് ചെയ്തു. അതേപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പറയാം.